വേലി തന്നെ വിളവ് തിന്നാൽ ആ വേലി പൊളിച്ചു മാറ്റണമെന്നാണ് കണക്ക്. അതുകൊണ്ട് പിണറായി വിജയൻ തീറ്റിപ്പോറ്റിയ പോലീസ് എന്നു പേരുള്ള ദാസ്യപ്പണിക്കാർക്ക് പൂട്ടിടാൻ തന്നെയാണ് പുതിയ സർക്കാരിൻ്റെ തീരുമാനം. പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ പിണറായി ഭരണകാലത്ത് പ്രധാന കസേരയിൽ പിടിച്ചിരുത്തിയ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ MR അജിത് കുമാർ കാട്ടിക്കൂട്ടിയ തോന്നിയാസങ്ങൾ പോലീസ് സംവിധാനത്തിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുന്നു എന്നു മാത്രമല്ല, അതിന് തക്കതായ ശിക്ഷ നൽകിയില്ല എങ്കിൽ ഇനി മുന്നോട്ട് വലിയ അപകടം കൂടിയാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തി ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ADGP ഓഫീസിൽ തന്നെ കയറി ചെന്നിത്തല നിയമിച്ച ഷൗക്കത്ത് അലിയുടെ SIT സംഘം പരിശോധന നടത്തിയിരിക്കുകയാണിന്ന്. ആദ്യം തന്നെ അജിത് കുമാറിനെ ആരൊക്കെ കണ്ടു എന്നറിയാൻ സന്ദർശക രജിസ്റ്റർ SIT ശേഖരിച്ചു വെച്ചു. അത് കഴിഞ്ഞ് ഓഫീസിലെ CCTVയും പോലീസ് ക്ലബിലെ രേഖകളും ശേഖരിച്ചിരിക്കുന്നു. അജിത് കുമാറിൻ്റെ തെറ്റ് രേഖാമൂലം കയ്യിൽ കിട്ടുന്നതോടുകൂടി അദ്ദേഹത്തെ പടിക്ക് പുറത്തിരുത്താനാണ് സർക്കാരിൻ്റെ നീക്കം. ADGP ഓഫീസിൽ വെച്ച് കേസ് രേഖകൾ തിരുത്തിയെന്ന് മുൻ അന്വേഷണ സംഘം മൊഴി നൽകിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് DYSP ബൈജു പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ADGP ഓഫീസിൽ പരിശോധന നടത്തിയത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരന്വേഷണത്തിൻ്റെ ഭാഗമായി ADGP ഓഫീസിൽ SIT പരിശോധന നടത്തുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്കും ശക്തമായ നീക്കത്തിലൂടെ തന്നെ അജിത് കുമാറിനെ പൂട്ടാനാണ് സർക്കാരിൻ്റെ തീരുമാനം. KSU കുട്ടികളുടെ തലക്കടിച്ച് പൊട്ടിച്ചു വന്നവന് എല്ലാ സഹായവും നൽകിയെന്ന് മാത്രമല്ല, ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയും കീറിക്കളഞ്ഞും ആളാകാൻ നോക്കിയ പിണറായിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ ആ കസേരയിൽ ഇനി കാണാൻ പാടില്ല എന്നുള്ളത് കോൺഗ്രസ്സുകാരുടെ മാത്രമല്ല, നിയമത്തെ ബഹുമാനിക്കുന്ന എല്ലാവരുടെയും ഒരാവശ്യമായി മാറിയിരിക്കുകയാണ്. ശരിയായ വധശ്രമമാണ് പോലീസുകാർ ആലപ്പുഴയിൽ നടത്തിയത് എന്നുറപ്പായിട്ടും അവർക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ് കോടതി എന്ന് പറയുമ്പോൾ അതിനും അവരുടെ പിന്നിൽ ആളുകളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ അത് റദ്ദ് ചെയ്യണമെന്നുള്ള ഒറ്റ നിർബന്ധത്തിലാണിപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കേസിലെ പ്രതികളായ 5 പോലീസുകാരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ അപ്പീലിൽ പ്രതികളുടെ വിശദീകരണം തേടി ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ മാസം 27-നകം മറുപടി നൽകാൻ കോടതി നിർദ്ദേശിച്ചു. പിണറായി വിജയൻ്റെ ഗൺമാന്മാരായ അനിൽ, സന്ദീപ് അടക്കമുള്ള 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജാമ്യം അനുവദിച്ചത് റദ്ദാക്കണമെന്നാണ് SI അജിത് കുമാറിൻ്റെ കാര്യത്തിൽ കോടതിയിൽ ആവശ്യമുന്നയിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ലാത്തിയടക്കം കണ്ടെത്തിയെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി M വർഗീസ് മുൻകൂർ ജാമ്യം ഇവർക്ക് നൽകിയത്. ആ കോടതി ഉത്തരവിൽ എല്ലാവരും ഒരു സംശയം ഉന്നയിച്ചതാണ്. ജഡ്ജിമാരെല്ലാം ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത് നല്ല പ്രവണതയല്ല, അതുകൊണ്ട് തന്നെ മേൽക്കോടതിക്ക് മുൻപിൽ പോകേണ്ടി വന്നതും ഉചിതമായ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നാൽ മർദ്ദനത്തിനുപയോഗിച്ച ലാത്തി കണ്ടെത്തിയെന്ന നിരീക്ഷണം തെറ്റാണെന്നും അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചത് കേസിനെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ SIT പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നല്ലൊരു പോലീസ് സേനയെ ആഗ്രഹിക്കുന്നവർ എല്ലാവരും MR അജിത് കുമാറിനെ പുറത്താക്കിയുള്ള ഒരു പോലീസ് സേനയെയാണ് കേരളം സ്വപ്നം കാണുന്നത് എന്നർത്ഥം.